എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ അറിയാം, ഒരുപാട് പേര് എപ്പോഴും കമൻറ്റ് ചെയ്യുന്നതാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യൂ എന്നുള്ളത്. ഇന്ന് പെട്ടെന്നാണ് എനിക്കൊരു മൂഡ് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉച്ച മുതൽ ഇപ്പോൾ മുതൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മാന്തളം കൂട്ടി കഞ്ഞി കുടിച്ചിട്ട് ആക്ച്വലി കുറേ ഡേയ്സ് ആയിട്ടോ. ഇന്ന് ടേസ്റ്റാ. കിച്ചണിൽ ഇരുന്ന് കഴിക്കാനാണൊരു വൈബെങ്കിലും ചൂടുണ്ട്. ഇങ്ങോട്ട് ഹാളിലേക്ക് പോകണം. ചിപ്സ് മാത്രം തിന്നണ്ട, കഞ്ഞി കൂട്ടി തിന്നോ. ഫുഡ് കഴിച്ചു വന്നിട്ട് കുറെ കൂടി കാര്യങ്ങൾ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഷോർട്സും കൂടി എഡിറ്റ് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ബെഡിൽ കിടന്ന് ഷോർട്സ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എഡിറ്റ് ചെയ്ത് അപ്ലോഡും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉറക്കം എവിടുന്നോ വന്നു. അപ്പോൾ പിന്നെ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എണീറ്റിട്ടേ ഉള്ളൂ. നാളെയാണ് നമ്മളുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് അല്ല, ഫൈനൽ ഡേ. അതായത് നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് ഓഫ്ലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവുമല്ലോ. അപ്പം ഈ ബാച്ചിലുള്ള സ്റ്റുഡൻസിൻ്റെ 10ാമത്തെ ദിവസമാണ് നാളെ. അപ്പം നാളെ അവരുടെ ഇൻഡിവിജ്വലായിട്ട് ഉള്ളൊരു വർക്ക് പ്രസൻറ്റേഷനും അതിൻ്റെ അനാലിസിസും ജഡ്ജിങ്ങും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്ന് ടൗണിൽ പോകും വേണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മറ്റൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഇടുമ്പോഴും കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, പണ്ടത്തേനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആക്നേസ് ഇപ്പം നല്ല കുറവുണ്ടല്ലോ, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്തത് എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാനൊരു ആക്നെ ജേർണി വീഡിയോ ആക്ച്വലി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്കിങ്ങനെ പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നത്, ഒരു സിറ്റുവേഷൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇടയിൽ വീണ്ടും എനിക്ക് ആക്നേസ് കൂടി, പിന്നെ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ എൻ്റെ ആക്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തത് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവുമല്ലോ. അന്ന് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല റിസൾട്ടും ഉണ്ടായിരുന്നു, നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒന്ന് കുറഞ്ഞപ്പോൾ പിന്നെ മരുന്ന് കാര്യങ്ങളെല്ലാം നിർത്തി, ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഫുഡും അത്യാവശ്യം കൺട്രോൾ തെറ്റി വരികയായിരുന്നു. അതായത് എനിക്ക് ഷുഗർ, ഡയറി പ്രൊഡക്ട്സ് ഇങ്ങനത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുരു വരാറുണ്ട്. പിന്നെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടും വരാറുണ്ട്. ഹോർമോണൽ ഇഷ്യൂ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാണ്, പക്ഷെ എൻ്റെ പീരീഡ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സീനുകളൊക്കെ കൊണ്ട് എനിക്ക് കുരുകൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും കുരു വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരുന്നു. കുട്ടികൾക്കുള്ള ക്ലാസ്സസ്, അതിൻ്റെ ഇടയിലുള്ള ബ്രൈഡൽ മേക്കപ്പ് വർക്ക്സ്, പിന്നെ അത് കൂടാതെ ഓൺലൈൻ മേക്കപ്പ് ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മൾ, അത്, പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേഷൻ, ഇതെല്ലാം കൂടെ ആയിട്ട് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ടയറിങ് ആയിരുന്നു കുറച്ച് കാലമായിട്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡോക്ടറെ കാണിക്കാൻ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും ഇതായിരുന്നു കേട്ടോ സിറ്റുവേഷൻ. ആ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചിരുന്ന ഡോക്ടർ അത്യാവശ്യം ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കുള്ള ഡോക്ടറാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ എനിക്ക് അതിന് വേണ്ടിയിട്ട് ചിലവാകും. രാവിലെ ഒരു 10 മണിക്ക് നമ്മളോട് എത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ച് പിന്നെ മരുന്നിനും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ചിലപ്പോൾ എൻ്റെ ഇടയിൽ പ്രൊസീജിയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡിലേ വന്ന് എനിക്ക് വൈകുന്നേരം അങ്ങോട്ട് ഫ്രീ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇത്രയും എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ, ഇത്രയും തിരക്കേറിയ എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ലോസാണ്, ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, കുരു പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നു സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒരു ആപ്പിനെ കുറിച്ച് അറിഞ്ഞത്. ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പൊ ഈ ഒരു ആപ്പിൽ ഞാൻ കണ്ടത് നമുക്ക് ഓൺലൈനായിട്ട് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റുന്നായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറെ യൂട്യൂബ് വീഡിയോസിലും ഒക്കെ ഞാൻ ഇങ്ങനെ പരതി നോക്കി എന്താണ് ഈ ആപ്പ്, എന്താ ഈ സംഭവം എന്നുള്ളത് ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയതായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചു. കാരണം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എനിക്കറിയാം ഇങ്ങനെ ഒരുപാട് ടൈം ഒന്നും ചെലവാക്കാൻ ഇല്ലാത്തവരായിരിക്കും.
ഇങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടും ഇതിനൊക്കെ നമുക്കെല്ലാം നമ്മളുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും എളുപ്പമാണ് ബാക്കി കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഞാനും. കുറേ പേര് അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഈ ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തു. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നെയിം, ഏജ് കാര്യങ്ങളെല്ലാം കൊടുക്കാനുണ്ടാവും. അതുപോലെ നമ്മളുടെ സ്കിന്നിന്റെ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു ചാറ്റിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എല്ലാ സ്ക്രീൻ റെക്കോർഡിങ്സും ഈ സൈഡിലും അല്ലെങ്കിൽ ഈ സൈഡിലും ആയിട്ട് കൊടുക്കാം കേട്ടോ. സ്ക്രീൻ റെക്കോർഡിങ്സ് ഞാൻ കൊടുക്കാം. പ്രോബബ്ലി ഈ സൈഡിലായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നീങ്ങിയിരിക്കാം. സോ നമ്മൾ അതിൽ നമുക്കൊരു ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഫേസിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, ഒരു റുട്ടീന് ഫോളോ ചെയ്യാറുണ്ടോ, ഫേസ് വാഷ് ഏതാണ് യൂസ് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ എത്ര കാലമായി നമ്മളുടെ ആക്നെ വന്നിട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൽ ഫില്ല് ചെയ്യാനായിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫേസിന്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യാനുണ്ട്. അതായത് അവർക്ക് ആ ഒരു കുരുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ാണ് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്ന് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് കുരുക്കളാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്കുള്ള മരുന്നുകൾ, ഓയിൻമെന്റ്സ് എല്ലാം വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ വേണം, സൈഡ് വ്യൂ വേണം, രണ്ട് സൈഡിന്റെ വ്യൂ ഒക്കെ അപ്ലോഡ് ചെയ്യാം. അതുകൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ആ കുരുക്കളെ, പിമ്പിൾസ്, ആക്നേസ്, ഈ ഡാർക്ക് സ്പോട്ട് ഇതിനെല്ലാം അവർ അനലൈസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് അവർ ക്രിയേറ്റ് ചെയ്യും. ഒരു സ്കിൻ കെയർ കിറ്റ് അവർ ഉണ്ടാക്കി തരും. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു കിറ്റ്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ആ ഒരു കിറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. നമ്മൾ ആ ഒരു കിറ്റിന്റെ മാത്രം പൈസ കൊടുത്തിട്ട് ഇത് ഓർഡർ പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഓരോ മാസവും നമുക്ക് ഡോക്ടേഴ്സിന്റെ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യാനും അതിനൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഈ ആപ്പിൽ ത്രൂ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് നമ്മൾ ആ ഒരു കിറ്റ് കിട്ടി അതോടുകൂടി തീർന്നില്ല, ഓരോ മാസവും നമ്മളുടെ പ്രോഗ്രസ് ഒക്കെ അവർ നോട്ടീസ് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് തരും. അപ്പം ആ ഒരു രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ പോരാത്തതിന് ഇത് മാത്രമല്ല, നമ്മളുടെ ഈ ഡെയിലി വാട്ടർ ഇൻടേക്ക്, അതുപോലെ നമ്മളുടെ ഡയറ്റ്, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലും നമുക്ക് ഈ ആപ്പ് ത്രൂ ഒരു ഗൈഡൻസ് കിട്ടും. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ട്, വളരെ ഹെൽപ്ഫുൾ ആയിട്ട്, യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മളുടെ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിനി അടുത്തായിട്ട് എൻ്റെ കിറ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പാക്കേജിലാണ് കേട്ടോ വരിക. ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് വരിക. അപ്പം എനിക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് ഡീപ് ക്ലെൻസ് ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെറമൈഡ് കെയർ ക്രീം ഉണ്ട്, ഇങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താണോ നമ്മളുടെ പ്രശ്നം അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അവർ നമുക്ക് തരുന്നത്. ഇപ്പൊ എനിക്ക് ഇത്രയും പ്രൊഡക്ട്സ് ആണുള്ളത്. അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കുരുക്കൾ ആവില്ല ചിലപ്പോൾ എനിക്കുള്ളതാവില്ല നിങ്ങൾക്കുള്ളത്. അപ്പൊ നമുക്ക് എന്താണോ പ്രശ്നം അത് അവർ അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഓയിൻമെന്റ്സ് കാര്യങ്ങളെല്ലാം അവർ നമുക്ക് തരുന്നത്. ഇതെന്റെ മോർണിംഗിൽ എനിക്ക് ഫോളോ ചെയ്യാനുള്ള റുട്ടീനാണ്. ഫേസ് വാഷും ക്രീംസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജാണ് ഇത്. നമുക്ക് ഏതാണ് മോർണിംഗിൽ ഏതാണ് നൈറ്റ് എന്നുള്ളത് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ കൺസേൺസിനനുസരിച്ചിട്ട് അവർ നമുക്ക് റെമഡീസ് ഒക്കെ തരുന്നത് AI ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഏത് ടൈപ്പ് കുരുക്കളാണ്, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഡെർമറ്റോളജി ഡോക്ടേഴ്സ് നമുക്ക് ഈ ഒരു കിറ്റ് റെഡിയാക്കി തരും. ഈ പ്രൊഡക്ട്സ് എല്ലാം തന്നെ നല്ല സെക്യൂർ ആയിട്ടുള്ള പാക്കേജിൽ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കോസ്റ്റ്ലി ആണോ, ഇത്രയും സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത്ര അധികം കോസ്റ്റ്ലി ആയിട്ടല്ല കേട്ടോ. ജനറലി അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത് നമുക്കറിയാം സ്കിന്നിൽ തൊട്ടാ പൈസയാണ്. നമ്മൾ ഈ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഡോക്ടറെ അടുത്ത് പോകാനൊന്നും സമയമില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനൊക്കെയുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെന്ന 100 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 200 യൂസേഴ്സിന് 100 rupees നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. സോ ഗൈസ്, നമുക്കിനി നമ്മളുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നല്ല പഴുത്ത മാങ്ങ നോക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല തണുത്ത് കണ്ടീഷൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ചെത്തി പൊളിച്ച് തിന്നാം. കമോൺ.
എന്നിട്ട് ബോറടി ഉണ്ടാവില്ല. ഓള് ബോറടി എന്നൊക്കെ. ലച്ചൊക്കെ വരും. ലച്ചോ എപ്പോ എപ്പോഴാ മാങ്ങ ഫുള്ള് തീ നിറച്ചോ? ഞാനൊരു 3 മാങ്ങ അവിടെ വെച്ചില്ലോ. അതായിരുന്നു കൊള്ളുവോ? ഉപ്പ് ഏറിയിട്ട് മറ്റേ മകനെ ഒന്ന് ഒരു മധുരമില്ല. അതിന്റെ സ്റ്റുഡൻസിന്റെ ആരെങ്കിലും വാച്ച് ചെയ്യാറുന്നാല് അല്ല പുറത്ത് വേസ്റ്റ് മെസ്സിക്ക് വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. എന്റെ അല്ലത് ചാത്തൻ വാച്ചാണല്ലോ. ചാത്തൊന്നുമില്ല, ചാത്തനാണേ 11K ചാത്തന. ഒന്നും കൂടി ആ ചുമൂച്ചില് വേസ്റ്റ് ഇത് മയമിനെ കാണിച്ചോണ്ടിരുന്നു. അതിന് ഡിസ്പ്ലേ പോയ മാതിരി തോന്നി. ചാടിക്കും പോനത് ജ്ഞാപകം. കണ്ടോ? അത് ഫോക്കസിലാണോ? ഞങ്ങൾ പറിച്ചു. നിങ്ങളെ ഞാൻ വീഡിയോ എടുക്കാം. മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് മാങ്ങ. അതല്ലോ അതിന്റെ ഓർന്നിട്ടാ ഉമ്മച്ചി എല്ലാ വയസ്സും കൂടെ ഇട്ടിട്ടുണ്ടാവും. ഞാൻ ഇക്ക് വാച്ച് നിട്ടിട്ടില്ലല്ലോ. ഇത് മതിയില്ലേ? ആ കാരയിക്കിട്ട് ഇന്റെ വേസ്റ്റിലോ? അത് ഞങ്ങളെ വെച്ചാലും അതൊക്കെ ഇവര് ആനിന്റെ എമിന്റെ ആണ്. അത് ഇന്റെതല്ലത്. ഞങ്ങള് വെച്ചാലും ആ വാച്ചൊക്കെ ആനിയാരെടുത്തെടുത്തില്ല. വാച്ച് വർക്ക് ചെയ്യുന്നില്ലേ? അത് ഭയങ്കര വിലപിടിപ്പുള്ള വാച്ചാണല്ലോ. അത് ആ ബ്ലാക്ക് മറ്റേത് പ്രിന്റ് ഉള്ളത്. ആ സ്വിസ്സോ എന്താ? ആ ബാറ്ററി കഴിഞ്ഞതേ കാര്യം. ഇട്ടതേ കാര്യം. ആനിന്റെ ഞങ്ങൾ തന്നെയാണ് അത്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അഫന്റെ വാച്ചിനല്ലോ മാം കൊടുത്ത. മുടിയൊക്കെ ഉണ്ട് അതിന്റെ റിബണ് വല്ലാത്തൊരു പോസ്റ്റാണ്. മച്ചത്തിന് പുഴു ഉണ്ടാവില്ലല്ലോ. എനിക്ക് പുഴട്ടീന് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ എന്റെ കൂടെ പുഴു അരിക്കുണ്ടോ നോക്കിയിട്ട് കമന്റ് ചെയ്യണം. ഹൈമിയെ രണ്ടിന്റെ ഒപ്പം തുണക്കേക്കോ. പോണോ? ഇനി 3ാമത്തെ മാങ്ക. ഇത്ര വൃത്തിയായിട്ട് കത്തിയിട്ടിട്ട് അത് കുത്തണ്ട. കത്തി മൂർച്ചം തന്നെയല്ല. ചില മാങ്ങക്കൊരു പുളി കുറവാണ്. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ മാങ്ങ. മാങ്ങയാകുമ്പോ കുറച്ച് പുളി മധുരവും വേണം. മധുരം വേണം, പക്ഷെ പുളി നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്കോ അങ്ങനെ ആയിരുന്നു കണക്ക. പക്ഷെ പറ്റ പുളി പാടില്ല.
അഫക്ക് ഇന്ദ്രമാങ്ങ മിസ്സായില്ലേ കുറച്ച ഇന്ദ്രൻ ഇതെല്ലാം മൂവാണ്ടനാ. പിന്നെ ഇന്ദ്രക്കുറി ഉണ്ടായിട്ടില്ല. ഇന്ദ്രൻ നല്ലത് ഒറ്റ വാങ്ങല്ല എനിക്ക് അതന്നെ മനസ്സിലായില്ല. എത്ര പറഞ്ഞു മൂവാണ്ടനാട്ടോ അപ്പൊ ഇപ്രാവശ്യം ഇന്ദ്രൻ കിട്ടൂല. ഇന്ദ്രനാണ് വിചാരിച്ചാളേ. ഇത്രയും നേരം തന്നെ വിചാരിച്ചിന്. വേണോ കഴിഞ്ഞു. ഗൈസ്, ഇതാണ് നമ്മളുടെ ബേക്കറി ബക്കറ്റ്. ഇതിൽ നമ്മൾ തെരഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ബേക്കറി കിട്ടാറുള്ളത്. ഇത് ചിപ്സ് അഥവാ വറുത്തുപേരി അല്ലെങ്കിൽ വാഴക്കാപ്പൊരി. കൊതിയുടി ഇല്ല ഉള്ളത് വെളിച്ചം പോയി. പഴംപൊരി, വെള്ളപ്പഴം, ബാറ്റർ, ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ കണ്ടോ, ഞാൻ കഷ്ടപ്പെട്ട് പൊരിച്ചെടുക്കണം. അയൽവാസികൾക്ക് പുതിയ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പരിപാടി നടക്കാത്തത്. അല്ല ഇത് ഓ, എന്താ ഷോ അറിയോ? കരിങ്കാളിയല്ലേ ഇങ്ങനെ കയ്യച്ച ഞാൻ പിന്നെ ചെയ്യണം. ചെയ്യാം വെക്കാം. ഇങ്ങനെ ചോദിച്ചോ. കരിങ്കാളികളെ ഇവിടെ നിന്നും പറ്റൂല. പഴംപൊരി 9 ഉണ്ട്. അവിടുത്തെ ആ തൂണുമെന്ന് കാണിച്ചില്ല. നമുക്ക് മനസ്സിൽ കഴിച്ച പോലെ കഴിക്കാം. ഇതാണ് നമുക്ക് കരിങ്കാളി കളിക്കാനുള്ള തൂൺ. എവിടുന്നാണ് ഷൂട്ട് ചെയ്യേണ്ടത്? ഈ തൂണിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുക, എന്നിട്ട് ഷൂട്ട് ചെയ്യട്ടോ. അപ്പൊ ഈ തൂണ് കൊത്തല്ലോ. ഈ തൂണല്ലേ കാണ്ടി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വരും, പിന്നെ ഇങ്ങോട്ട് വരാം. സെറ്റ് തല മറച്ചേ. ഞാൻ സ്റ്റാർട്ട് ചെയ്തോ? എനിക്ക് പാട്ട് ഫുള്ള് അറിയില്ല. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വായന പെണ്ണാണ്. എനിക്ക് പാട്ടറിയില്ല. ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലോമിനാട്ടി. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലോമിനാട്ടി. ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. അപ്പൊ ഗൈസ്, നമുക്ക് 2 പാക്കേജസ് ഉണ്ട് ഇവിടെ അൺബോക്സ് ചെയ്യാനായിട്ട്. മായമരം തട്ടിക്കല്ല അത്. ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. നമുക്ക് ഈ ഹെയർ
ഹെയറിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ്. സോ അതാണ് വന്നിട്ടുള്ളത്. ലൈക്ക് ദിസ്. ഇതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ഇങ്ങനെ ബൺ ചെയ്തിട്ട്. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.